Hi dears, today we are going to discuss about content distribution network, that is CDN. A content delivery network or content distribution network is a geographically distributed network of proxy servers and their data centers. ഒരു കണ്ടന്റ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് അല്ലെങ്കിൽ കണ്ടന്റ് ഡെലിവറി നെറ്റ്വർക്ക് എന്നൊക്കെ പറയുന്നത് പ്രോക്സി സെർവേഴ്സ് ആൻഡ് ദർ ഡാറ്റാ സെൻറ്റേഴ്സ് ജോഗ്രഫിക്കലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്ന ഒരു നെറ്റ്വർക്കാണ്. ഡിഫറെൻറ്റ് ലൊക്കേഷനിലായിട്ട് കിടക്കുന്ന പ്രോക്സി സെർവേഴ്സ് ആൻഡ് ഡാറ്റാ സെൻറ്റേഴ്സ് ഡിഫറെൻറ്റ് ലൊക്കേഷനിലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്ന ഒരു നെറ്റ്വർക്കിനെയാണ് കണ്ടന്റ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഡെലിവറി നെറ്റ്വർക്ക്, കണ്ടന്റ് ഡെലിവറി നെറ്റ്വർക്ക് എന്നൊക്കെ പറയുന്നത്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കണ്ടന്റ് ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നത്? അതിൻ്റെ ഗോൾ എന്താണ്? The goal is to provide high availability and performance by distributing the service spatially relative to end users. End usersന് ഡിഫറെൻറ്റ് സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കണ്ടന്റ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നത്. അത് ജോഗ്രഫിക്കലി ഡിഫറെൻറ്റ് ലൊക്കേഷനിലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്ന ഒരു നെറ്റ്വർക്കാണ്. CDN എന്നാണ് നമ്മൾ കണ്ടന്റ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിന് ഷോർട്ട് ചെയ്ത് യൂസ് ചെയ്യുന്നത്. CDNs came into existence in late 1990s as a means for alleviating the performance bottlenecks of the internet as the internet was starting to become a mission critical medium for pupils and enterprises. CDN നിലവിൽ വന്നത് 1990s സോ യൂസേഴ്സിന് ഡിഫറെൻറ്റ് സർവീസസ്, ഇൻ്റർനെറ്റ് സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് CDN യൂസ് ചെയ്യുന്നത്. A CDN's mission is to virtually shorten the physical distance, the goal being to improve site rendering speed and performance. CDNൻ്റെ മെയിൻ മിഷൻ അല്ലെങ്കിൽ CDNൻ്റെ യൂസ് എന്ന് പറയുന്നത് എന്താണ്? ഫിസിക്കൽ ഡിസ്റ്റൻസിനെ ഷോർട്ടൺ ചെയ്തിട്ട് നമുക്ക് സർവീസസ് അവൈലബിൾ ആക്കുക എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് ഹൈ സ്പീഡിൽ നമുക്ക് സർവീസസ് പ്രൊവൈഡ് ചെയ്യുക, ഡിഫറെൻറ്റ് ഇൻ്റർനെറ്റ് സർവീസസ് ഹൈ സ്പീഡിൽ ഹൈ പെർഫോമൻസോട് കൂടി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് CDNൻ്റെ മിഷൻ അല്ലെങ്കിൽ CDN യൂസ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ്. സോ ഫിസിക്കൽ ഡിസ്റ്റൻസ് ഡിഫറെൻറ്റ് ലൊക്കേഷനിലായി കിടക്കുന്ന ഡിഫറെൻറ്റ് സർവീസസിൽ നിന്നുള്ള ഡിവൈസിൽ നിന്നുള്ള സർവീസസ് നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് CDNൻ്റെ മിഷൻ എന്ന് പറയുന്നത്. CDN have grown to serve a large portion of the internet content today, including web objects, that is text, graphics, scripts, downloadable objects, that is media, files, software, documents, and applications such as e-commerce portals, live streaming media, on-demand streaming media, and social media sites. അപ്പോൾ CDNൻ്റെ യൂസ് എന്ന് പറയുന്നത് നമുക്ക് ഡിഫറെൻറ്റ് ഇൻ്റർനെറ്റ് സർവീസസ് അവൈലബിൾ ആക്കാനാണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടായിരിക്കും? വെബ് ഒബ്ജക്ട്സ് ആയിട്ടുള്ള ടെക്സ്റ്റ്, ഗ്രാഫിക്സ്, സ്ക്രിപ്റ്റ്സ് ഇത് അവൈലബിൾ ആക്കുക. അതുപോലെ തന്നെ ഡൗൺലോഡബിൾ ഒബ്ജക്ട്സ് ആയിട്ടുള്ള മീഡിയ, ഫയൽസ്, സോഫ്റ്റ്വെയർസ്, ഡോക്യുമെൻറ്റ്സ്, ദെൻ ആപ്ലിക്കേഷൻസ്, ഡിഫറെൻറ്റ് ഇ-കൊമേഴ്സ് അല്ലേ, നമ്മൾ ഇൻ്റർനെറ്റിനകത്ത് വളരെയധികം യൂസ് ചെയ്യുന്ന ഒന്നാണ് ഇ-കൊമേഴ്സ്, പോർട്ടൽസ്, അതുപോലെ തന്നെ ലൈവ് സ്ട്രീമിംഗ് മീഡിയ, ഓൺ ഡിമാൻഡ് സ്ട്രീമിംഗ് മീഡിയ, സോഷ്യൽ മീഡിയ സൈറ്റ്സുകൾ, ഇതൊക്കെ തന്നെ അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് CDNൻ്റെ യൂസ് എന്ന് പറയുന്നത്. CDN is an umbrella term spanning different types of content delivery services such as video streaming, software downloads, web, mobile content acceleration, licensed or managed CDN, transparent caching services and services to measure CDN performance, load balancing, multi-CDN switching and analytics and cloud intelligence. സോ CDN എന്ന് പറയുന്ന ഒരു ടേം തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കണ്ടന്റ് ഡെലിവറി സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ അതിനകത്ത് വരുന്ന സർവീസസ് ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള വീഡിയോ സ്ട്രീമിംഗ്, സോഫ്റ്റ്വെയർ ഡൗൺലോഡ്സ്, വെബ്, മൊബൈൽ കണ്ടന്റ് ആക്സിലറേഷൻ, ഇങ്ങനെ തുടങ്ങിയ കുറേ സർവീസസ് അവൈലബിൾ ആക്കാനുള്ള ഒരു നെറ്റ്വർക്കാണ് CDN എന്ന് പറയുന്നത്. കണ്ടന്റ് ഡെലിവറി നെറ്റ്വർക്ക്സ് CDN are the transparent backbone of internet in charge of content delivery. സോ ഇതിൻ്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്ന ഒരു കാര്യമാണ് കണ്ടന്റ് ഡെലിവറി നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇൻ്റർനെറ്റിനകത്തുള്ള ഡിഫറെൻറ്റ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കാണ്. CDN nodes are usually deployed in multiple locations, often over multiple internet backbones. ഇനി CDN നോഡ്സുകളെ അല്ലെങ്കിൽ CDN ഡിവൈസുകളെ ഡിഫറെൻറ്റ് ലൊക്കേഷൻസിലായിട്ടായിരിക്കും ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിൽ മാത്രം ഇരിക്കുന്ന ഒരു ഡിവൈസ് അല്ല CDN എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഡിവൈസുകളല്ല CDN എന്ന് പറയുന്ന ആ നെറ്റ്വർക്കിനകത്ത് ഉണ്ടായിരിക്കുക. ഡിഫറെൻറ്റ് ലൊക്കേഷൻസിനായിട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഡിഫറെൻറ്റ് ലൊക്കേഷൻസിൽ ഡിപ്ലോയ് ചെയ്തിരിക്കുന്ന ഡിഫറെൻറ്റ് നോഡ്സുകൾ ഉണ്ടായിരിക്കും ഈ CDN നെറ്റ്വർക്കിനകത്ത്. ഓക്കെ,
സോ ഇന്റർനെറ്റിന്റെ ബാക്ക് ബോണോട് കൂടിയാണ് ഈ ഡിഫറെന്റ് ലൊക്കേഷനിൽ ഇരിക്കുന്ന ഡിഫറെന്റ് ഡിവൈസുകൾ തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക അല്ലെ. ബെനിഫിറ്റ്സ് ഇൻക്ലൂഡിംഗ് റെഡ്യൂസിംഗ് ബാൻഡ്വിഡ്ത്ത് കോസ്റ്റ്, ഇംപ്രൂവിംഗ് പേജ് ലോഡ് ടൈംസ് ഓർ ഇൻക്രീസിങ് അവൈലബിലിറ്റി ഓഫ് കണ്ടന്റ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ CDNന്റെ യൂസസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാ? ബാൻഡ്വിഡ്ത്ത് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, പേജ് ലോഡ് ടൈംസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, ദാറ്റ് മീൻസ് സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും അല്ലെ, ആക്സസ് ചെയ്ത സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇൻക്രീസ് ഗ്ലോബൽ അവൈലബിലിറ്റി ഓഫ് കണ്ടന്റ്, നമ്മൾ കണ്ടന്റിന്റെ അവൈലബിലിറ്റി ഇൻക്രീസ് ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് CDNന്റെ വർക്കിംഗ് എങ്ങനെയാണ്, ഹൗ എ CDN വർക്ക്സ് ആണ്. To minimize the distance between the visitors and your website server, a CDN stores a cached version of its content in multiple geographical locations. Each POP contains a number of caching servers is responsible for content delivery to visitors within its proximity. That means ഡിഫറെൻറ്റ് യൂസേഴ്സിന് ഡിസ്റ്റൻസ് മിനിമൈസ് ചെയ്തിട്ട് വെബ് സെർവർ ആക്സസ് ചെയ്യുക എന്നുള്ളതാണല്ലോ ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത്. സോ ഈ CDNനകത്ത് ഡിഫറെൻറ്റ് കാഷീഡ് വേർഷൻസ് ഓഫ് മൾട്ടിപ്പിൾ ലൊക്കേഷൻസിനകത്തുള്ള ഡിഫറെൻറ്റ് കാഷീഡ് വേർഷൻസ് ഉണ്ടാവും. നമുക്ക് ഇതിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് എന്തൊക്കെയാണെന്ന് പറയാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും POP എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സിൽ പെട്ടതാണ്. CDN കണ്ടന്റ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സിനകത്ത് വരുന്ന ഒരു കാര്യമാണ് POP എന്നൊക്കെ പറയുന്നത്. സോ ഈ POPക്കകത്ത് ഈച്ച് POP കണ്ടെയ്ൻ എ നമ്പർ ഓഫ് സെർവേഴ്സ് ഉണ്ടാവും, കാഷിംഗ് സെർവേഴ്സ് ഉണ്ടാവും, വിച്ച് ഇസ് റെസ്പോൺസിബിൾ ഫോർ കണ്ടന്റ് ഡെലിവറി ടു വിസിറ്റേഴ്സ് വിത്തിൻ ഇറ്റ്സ് പ്രോക്സിമിറ്റി. സോ കണ്ടന്റ് ഡെലിവറി പ്രൊവൈഡ് ചെയ്യുന്നത് ഈ കാഷിംഗ് സെർവേഴ്സ് ആണ്, POPക്കകത്തുള്ള ഡിഫറെൻറ്റ് കാഷിംഗ് സെർവേഴ്സ് ആണ്. സോ ഇതിൻ്റെ സഹായത്തോടെയാണ് ഒരു CDN വർക്ക് ചെയ്യുന്നത്. In essence, CDN puts your content in many places at once, providing superior coverage to users. For example, when someone in London accesses your US hosted website, it is done through local UK POP. This is much quicker and having visitors request and your response travel the full width of Atlantic and back. This is how a CDN works in a nutshell. Of course, as we thought we need the entire guide to explain the inner workings of the content delivery, the rabbit holes goes deeper. ദാറ്റ് മീൻസ് നമുക്ക് ഡിഫറെൻറ്റ് ലൊക്കേഷൻസിൽ ഇരിക്കുന്ന വെബ് സെർവേഴ്സിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാക്സിമം കണ്ടന്റുകൾ ആക്സസ് ചെയ്യാൻ പറ്റും. അതാണ് പറയുന്നത്. വെൻ സംവൺ ഇൻ ലണ്ടൻ ആക്സസ് യുവർ US ഹോസ്റ്റഡ് വെബ്സൈറ്റിൽ നിന്നുള്ള ഒരു കണ്ടന്റിനെ ഒരു ലണ്ടനിൽ ഇരിക്കുന്ന ഒരാൾക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ആക്സസ് ചെയ്യാം? ഇറ്റ് ഈസ് ഡൺ ത്രൂ എ ലോക്കൽ UK POP വെച്ചിട്ടാണ് നമ്മളത് ആക്സസ് ചെയ്യുക. സോ വിസിറ്റേഴ്സിന് മാക്സിമം ഏറ്റവും ഫാസ്റ്റർ സ്പീഡിൽ കണ്ടന്റ് ഡെലിവറി അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് CDNന്റെ അഡ്വാൻറ്റേജ്. അല്ലെങ്കിൽ CDN അതിന് വേണ്ടിയിട്ടാണ് CDN വർക്ക് ചെയ്യുന്നത്. സോ നമുക്ക് എവിടെയും ഉള്ള ഒരു ഹോസ്റ്റഡ് വെബ്സൈറ്റിനെ നമുക്ക് ഏത് ലൊക്കേഷനിൽ നിന്നും ആക്സസ് ചെയ്യാം. അതാണ് ആ പറഞ്ഞതിൻ്റെ മീനിങ്. ഓക്കെ, എവിടെ ഇരിക്കുന്ന ഒരു വെബ്സൈറ്റിനെ നമുക്ക് ഏത് ലൊക്കേഷനിൽ ഇരുന്നിട്ടും ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് അവൈലബിൾ ആക്കുകയാണ് CDN ചെയ്യുന്നത്. ഇനി ആരൊക്കെയാണ് CDN യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. ടുഡേ ഓവർ half of all traffic is already being served by CDN. CDNs are not for everyone. Specifically, if you are running a strictly localized website with vast majority of your users located in same region as your hosting, having a CDN yields little benefit. അപ്പം CDN ഒരു പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതല്ല, നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യുന്നില്ല. പക്ഷെ നമുക്ക് ഒരു വെബ്സൈറ്റ് നമ്മൾ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വെബ്സൈറ്റിൻ്റെ ആക്സസ് ആപ്പൊക്കെ നമുക്ക് അവൈലബിൾ ആക്കണം. അങ്ങനെയുള്ള ഡിഫറെൻറ്റ് പർപ്പസസിന് വേണ്ടിയിട്ടാണ് CDN യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് ഏരിയ എന്നുള്ളത് പറയുന്നുണ്ട്, ഡിഫറെൻറ്റ് പർപ്പസസ് പറയുന്നുണ്ട്. മോസ്റ്റ് വെബ്സൈറ്റ്സ് ടെൻഡ് ടു ഓപ്പറേറ്റ് ഓൺ എ ലാർജ് സ്കെയിൽ, മേക്കിംഗ് CDN യൂസേജ് എ പോപ്പുലർ ചോയ്സ് ഇൻ ദ ഫോളോയിങ് സെക്ടേഴ്സ്. ഏതൊക്കെ സെക്ടേഴ്സിലാണ് ഈ CDN യൂസ് ചെയ്യുന്നത്? ഒരു പേഴ്സണൽ ഒരു ഒറ്റ പേഴ്സൺ എന്ന് പറയും, ഒരു പേഴ്സണ് ഒരു CDN യൂസ് ചെയ്യുക അങ്ങനെയില്ല. ഒരു എന്തെങ്കിലും സെക്ടേഴ്സിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പേർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ CDN യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു ലോക്കൽ ഡിവൈസിൽ നമ്മൾ CDN യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അതാണ് പറയുന്നത്, എന്തെങ്കിലും ഏതൊക്കെ സെക്ടേഴ്സിലാണ് CDN യൂസ് ചെയ്യുന്നത്. അഡ്വർടൈസിങ്ങിന് വേണ്ടിയിട്ട്, മീഡിയ ആൻഡ് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട്, അതുപോലെ ഓൺലൈൻ ഗെയിമിങ്, ഇ-കൊമേഴ്സ്, മൊബൈൽ, ഹെൽത്ത് കെയർ, ഹയർ എഡ്യൂക്കേഷൻ, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഇൻ്റർനെറ്റ് കണ്ടന്റ് ഡെലിവറി ആവശ്യമായിട്ടുള്ള സെക്ടേഴ്സിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ CDN യൂസ് ചെയ്യുന്നത്. ഓക്കെ,
അപ്പോൾ ഇങ്ങനെയുള്ള ഫീൽഡുകളിലാണ് CDN യൂസ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ഇനി നെക്സ്റ്റ് പറയുന്നത് CDNന്റെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. ദാറ്റ് മീൻസ് CDN വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്സ് അല്ലെങ്കിൽ മെയിൻ എലമെന്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഏതൊക്കെയാ? POP. ഞാൻ നേരത്തെ POP എന്നുള്ള വേർഡ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? POP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ്സ് ഓഫ് പ്രസൻസ് എന്നുള്ളതാണ്. എന്താണ് POP എന്നുള്ളത് നോക്കാം. CDN POP, that is points of presence, are strategically located data centers responsible for communicating with users in their geographic vicinity. That means POP എന്ന് പറയുന്നത് ഡാറ്റാ സെൻറ്റേഴ്സ് ആണ്. ഡിഫറെൻറ്റ് ലൊക്കേഷനിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഡാറ്റാ സെൻറ്റേഴ്സ് ആണ് ഈ POP അല്ലെങ്കിൽ പോയിന്റ്സ് ഓഫ് പ്രസൻസ് എന്ന് പറയുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഡിഫറെൻറ്റ് യൂസേഴ്സുമായിട്ട്, ഡിഫറെൻറ്റ് ലൊക്കേഷനിൽ ഇരിക്കുന്ന യൂസേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പോയിന്റ്സ് ഓഫ് പ്രസൻസ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഓരോ യൂസേഴ്സിനും CDN ആക്സസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കണ്ടന്റ് ഡെലിവറി ആക്സസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഡിഫറെൻറ്റ് ലൊക്കേഷൻസിലായിരിക്കും അവരുണ്ടായിരിക്കുക. സെയിം ലൊക്കേഷനിലുള്ള ഒരു ഡിവൈസോ അല്ല ഇതിനെ ആക്സസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഡിഫറെൻറ്റ് ലൊക്കേഷനിൽ ഇരിക്കുന്നതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് POP യൂസ് ചെയ്യുന്നത്. POP എന്ന് പറയുന്നത് എന്താണ്? ഡാറ്റാ സെൻറ്റേഴ്സ് ആണ്. ഓക്കെ. Their main function is to reduce round trip time by bringing the content closer to the website visitors. റൗണ്ട് ട്രിപ്പ് ടൈം റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ അല്ലേ? മാക്സിമം ഡിലേ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ഈ വെബ്സൈറ്റ് കണ്ടന്റുകൾ ആക്സസ് ചെയ്യാൻ പറ്റണം അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ റൗണ്ട് ട്രിപ്പ് ടൈം റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഈ POPയുടെ ഫംഗ്ഷൻ. ഈ CDN POP typically contain numerous caching servers. ഇനി POPക്ക് അകത്ത് എന്തുണ്ടാകും? പോയിന്റ്സ് ഓഫ് പ്രസൻറ്റിനകത്ത് എന്തുണ്ടായിരിക്കും? ഡിഫറെൻറ്റ് കാഷിംഗ് സെർവേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ. ഈ കാഷിംഗ് സെർവേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് നമുക്ക് നോക്കാം. കാഷിംഗ് സെർവേഴ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ സ്റ്റോറേജ് ആൻഡ് ഡെലിവറി ഓഫ് കാഷീഡ് ഫയൽസ്. കാഷീഡ് ഫയൽസിൻ്റെ സ്റ്റോറേജിനും ഡെലിവറിക്കും വേണ്ടിയിട്ട് കാഷിംഗ് സെർവേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. കാഷിംഗ് സെർവേഴ്സിനകത്ത് എന്തുണ്ടായിരിക്കും? കാഷീഡ് ഫയൽസ് ഉണ്ടാകും. ഈ കാഷീഡ് ഫയൽസ് സ്റ്റോർ ചെയ്യാനും അതിനെ ഡെലിവർ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് കാഷിംഗ് സെർവേഴ്സ് യൂസ് ചെയ്യുന്നത്. Their main function is to accelerate website load times and reduce bandwidth consumption. Bandwidth consumption reduce ചെയ്തുകൊണ്ട് വെബ്സൈറ്റിൻ്റെ ലോഡ് ടൈം ആക്സിലറേറ്റ് ചെയ്യുക, ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കാഷിംഗ് സെർവേഴ്സ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് നമുക്ക് ഫാസ്റ്ററായിട്ട് കണ്ടന്റ് ഡെലിവറി കിട്ടണം അല്ലേ? അപ്പം നമുക്ക് ലോഡ് ടൈം കുറയ്ക്കുകയാണ് വേണ്ടത് അല്ലേ? ലോഡ് ടൈം ഈസി ആയിട്ട് ഫാസ്റ്ററായിട്ട് നമ്മൾക്ക് ആക്സസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ലോഡ് ടൈം ആക്സിലറേറ്റ് ചെയ്യാണ് വേണ്ടത്. അതുപോലെ തന്നെ റെഡ്യൂസ് ബാൻഡ്വിഡ്ത്ത് കൺസംഷൻ, മാക്സിമം ബാൻഡ്വിഡ്ത്ത് കൺസംഷൻ റെഡ്യൂസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ലോഡ് ടൈംസ് ആക്സിലറേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ കാഷിംഗ് സെർവേഴ്സ് യൂസ് ചെയ്യുന്നത്. ഈച്ച് CDN കാഷിംഗ് സെർവർ ടിപ്പിക്കലി ഹോൾഡ് മൾട്ടിപ്പിൾ സ്റ്റോറേജ് ഡ്രൈവ്സ് ആൻഡ് ഹൈ എമൗണ്ട് ഓഫ് RAM റിസോഴ്സസ്. ഓരോ CDN കാഷിംഗ് സെർവേഴ്സിനകത്തും എന്തുണ്ടാവും? മൾട്ടിപ്പിൾ സ്റ്റോറേജ് ഡ്രൈവ്സുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഹൈ എമൗണ്ട് ഓഫ് RAM റിസോഴ്സസ് ഉണ്ടാവും, റാമുകൾ ഉണ്ടായിരിക്കും. ഓക്കെ. സോ ഇത്രയാണ് കാഷിംഗ് സെർവേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് വരുന്നത് RAM. SSD or HDD plus RAM. ഈ ഒരു CDN-അകത്തുള്ള ബിൽഡിംഗ് ബ്ലോക്സുകളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഈ ബിൽഡിംഗ് ബ്ലോക്സുകളിനകത്ത് എന്തൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു? നമ്മൾ പറഞ്ഞു POP ഉണ്ടാവും, പോയിന്റ്സ് ഓഫ് പ്രസൻസ് ഉണ്ടാവും, ദെൻ കാഷിംഗ് സെർവേഴ്സ് ഉണ്ടാവും, പിന്നെ വേണ്ടത് ബേസിക് എലമെന്റ് എന്ന് പറയുന്നത് SSD or HDD plus RAM. Inside CDN caching servers, cached files are stored on solid state and hard disk drives or in random access memory. അപ്പോൾ നമ്മളൊരു സിമ്പിൾ സിസ്റ്റം ആണെങ്കിൽ തന്നെ അതിനകത്ത് ഹാർഡ് ഡിസ്ക് ഡ്രൈവേഴ്സ് ഉണ്ടായിരിക്കും, SSD ഉണ്ടായിരിക്കും അല്ലേ? ഇതിനകത്തൊക്കെയാണ് നമ്മൾ ഫയൽസുകൾ സ്റ്റോർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ CDN-അകത്തും CDN കാഷിംഗ് സെർവേഴ്സിനകത്ത് എന്തുണ്ടാവും? കാഷീൽഡ് ഫയൽസിന് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് സോളിഡ് സ്റ്റേറ്റ് അതുപോലെ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ ഹാർഡ് ഡിസ്ക് ഡ്രൈവേഴ്സ് അല്ലേ? ഹാർഡ് ഡിസ്ക് പോലത്തെ ഡിവൈസസുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ റാം ആണല്ലോ, റാൻഡം ആക്സസ് മെമ്മറി ആയിട്ടുള്ള റാം ഉണ്ടായിരിക്കും. വിത്ത് മോർ കോമൺലി യൂസ്ഡ് ഫയൽസ് ഹോസ്റ്റഡ് ഓൺ മോർ സ്പീഡി മീഡിയംസ്. ബീങ് ദ ഫാസ്റ്റസ്റ്റ് ഓഫ് 3, റാം ഈസ് typically യൂസ്ഡ് ടു സ്റ്റോർ മോസ്റ്റ് ഫ്രീക്വൻലി ആക്സസ്ഡ് ഐറ്റംസ്. അപ്പോൾ റാമിനകത്ത് എന്താണ്ടായിരിക്കുക? മോസ്റ്റ് ഫ്രീക്വൻലി ആക്സസ്ഡ് ഐറ്റംസ് ആയിരിക്കും ഈ റാമിനകത്ത് ഉണ്ടായിരിക്കുക. എപ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ട് ആക്സസ് ചെയ്യേണ്ട ഐറ്റംസ് ആയിരിക്കും റാമിനകത്ത് ഉണ്ടായിരിക്കുക അല്ലേ? റാം ഫാസ്റ്റസ്റ്റ് ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് മെമ്മറിയാണ്. ആ
റാമിനകത്തുള്ള തിങ്സ് നമ്മൾക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് ആക്സസ് ചെയ്യുന്നത് റാമിനകത്ത് സ്റ്റോർ ചെയ്താലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, സ്പീഡ് കൂട്ടാൻ പറ്റുക അല്ലേ, വേഗത്തിൽ നമുക്ക് ആക്സസ് ചെയ്തിട്ട് ഡെലിവറി കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഫ്രീക്വൻ്റ് ആയിട്ട് ആക്സസ് ചെയ്യുന്ന ഐറ്റംസ് ആയിരിക്കും ഈ റാമിനകത്ത് സ്റ്റോർ ചെയ്യുന്നുണ്ടായിരിക്കുക. സോ ഈ 3 ഡിവൈസുകളാണ്, 3 ബിൽഡിംഗ് ബ്ലോക്സ്, CDNന്റെ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത് പോയിന്റ്സ് ഓഫ് പ്രസൻസ്. POP എന്ന് പറയുന്നത് എന്താണ്, ഡാറ്റ സെന്റേഴ്സ് ആണ് അല്ലേ. ഡാറ്റ സെന്റേഴ്സ് ഉണ്ടായിരിക്കും, ദെൻ കാഷിംഗ് സെർവേഴ്സ് ഉണ്ടായിരിക്കും, പിന്നെ ഹാർഡ് ഡിസ്ക് ഡ്രൈവ്, അതുപോലെ റാം. ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് CDN എന്ന് പറയുന്നത്. ദെൻ പ്രോസ് ആൻഡ് കോൺസും കൂടെ പറയാം. പ്രോസ് ആൻഡ് കോൺസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് CDN നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഫിസിക്കൽ പ്രോക്സിമിറ്റി മിനിമൈസസ് ലാറ്റൻസി. നമ്മൾ പറഞ്ഞു ഫിസിക്കൽ ഡിസ്റ്റൻസിനെ മാക്സിമം റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഫിസിക്കൽ ഡിസ്റ്റൻസിനെ റെഡ്യൂസ് ചെയ്യുക. ദെൻ എഫക്റ്റീവ് ഇൻ ലോ കണക്ടിവിറ്റി റീജിയൻസ്. ലോ കണക്ടിവിറ്റി റീജിയൻസിൽ കൂടുതൽ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് CDN നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ദെൻ smaller points of presence are easier to deploy. Then ഇത്രയാണ് ഈസിയർ ആയിട്ട് നമുക്ക് ഡിപ്ലോയ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സ്മോളർ പോപ്സുകളെ ഈസിയർ ആയിട്ട് ഡിപ്ലോയ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സോ ഇത്രയാണ് ഇതിൻ്റെ പ്രോസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കോൺസ് എന്തൊക്കെയാണ്, ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്. മെയിൻ്റെനൻസ് കോസ്റ്റ് വളരെ കൂടുതലാണ്. നമുക്കറിയാം ഡിഫറെൻറ്റ് ലൊക്കേഷനിൽ ഇരിക്കുന്ന ഡിഫറെൻറ്റ് നോഡ്സുകൾ തമ്മിൽ കണക്ട് ചെയ്യാനും ഡിപ്ലോയ് ചെയ്യാനും ഒക്കെ മെയിൻ്റെനൻസ് കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും. ഹയർ മെയിൻ്റെനൻസ് ആവശ്യമായിട്ടുള്ള ഒന്നാണ് അല്ലേ. ഇങ്ങനെ കണക്ടിവിറ്റി കണ്ടിന്യൂസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ മെയിൻ്റെനൻസ് കോസ്റ്റ് കൂടുതലാണ്. അതുപോലെ തന്നെ ഹൈ കപ്പാസിറ്റി POPs ആർ ഹാർഡർ ടു ഡിപ്ലോയ്. കപ്പാസിറ്റി കൂടിയ POP എന്ന് പറയുന്നത് ഡിപ്ലോയ് ചെയ്യാൻ കുറച്ച് ഹാർഡാണ്. സ്മോളർ POPs ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഈസിയർ ആയിട്ട് നമുക്ക് ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. പക്ഷേ ഹൈ കപ്പാസിറ്റി ഉള്ള ഡാറ്റാ സെൻറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ആ ഡാറ്റാ സെൻറ്റേഴ്സിന് ഡിപ്ലോയ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അത് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ദെൻ കമ്പൽസം ടു ഡിപ്ലോയ് ന്യൂ കോൺഫിഗറേഷൻസിനെ ഡിപ്ലോയ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് തന്നെയാണ്. സോ ഇത്രയാണ് പ്രോസ് ആൻഡ് കോൺസിനകത്ത് വരുന്നത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് കണ്ടന്റ് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത് പറഞ്ഞു. കണ്ടന്റ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് എന്താണെന്നുള്ളത് പറഞ്ഞു. കണ്ടന്റ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് കണ്ടന്റ് ഡെലിവറി, ഇൻ്റർനെറ്റ് കണ്ടന്റ് ഡെലിവറി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടന്റ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നത്. കണ്ടന്റ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിൻ്റെ മറ്റൊരു പേരാണ് കണ്ടന്റ് ഡെലിവറി നെറ്റ്വർക്ക് എന്നുള്ളത്. ദെൻ കണ്ടന്റ് ഡെലിവറി നെറ്റ്വർക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആരൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്, ഈ ഒരു നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് സെക്ടേഴ്സിലാണ് CDN യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺ അല്ല അത് യൂസ് ചെയ്യുന്ന. ഡിഫറെൻറ്റ് സെക്ടേഴ്സിനകത്ത് ഡിഫറെൻറ്റ് ഫീൽഡിനകത്ത് യൂസ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഏതൊക്കെ ഫീൽഡുകൾ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ CDNന്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, പോയിന്റ്സ് ഓഫ് പ്രസൻസ്, ദാറ്റ് ഈസ് ഡാറ്റാ സെൻറ്റേഴ്സ്. POP എന്ന് പറയുന്ന ഡാറ്റാ സെൻറ്റേഴ്സ് ആണ്. പിന്നെ കാഷിംഗ് സെർവേഴ്സ് ഉണ്ടായിരിക്കും. ദെൻ അതിനെ സ്റ്റോർ ചെയ്യാൻ, ഫയൽസുകളൊക്കെ സ്റ്റോർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മെമ്മറി അല്ലേ, ഹാർഡ് ഡിസ്ക് ഡ്രൈവ്സ്, അതുപോലെ തന്നെ റാം പോലെയുള്ള മെമ്മറീസ് ആവശ്യമാണ്. സോ ഇത്രയാണ് CODക്കകത്ത് പറയുന്നത്. സോ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.